ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അഭിന്നക ഗുണനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടിരുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കൂട്ടാൻ പഠിച്ചു, കുറക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു. ഈ ഹരണത്തിൻ്റെ അകത്ത്, ഡിവിഷൻ്റെ അകത്ത് വരുന്നൊരു സാധനമാണിത്. ഇത് ഇങ്ങനൊരു സാധനം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രശ്നമാണല്ലേ? കണ്ടിട്ട് തന്നെ ഒരു ഇത് മെനകേടാണ്. ഇവിടെ നോക്കി, നമുക്ക് വേണ്ടത് ഈ 1/√x ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് എന്താണ്? √x/x എന്നാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഈ എഴുതിയിരിക്കുന്ന പരിപാടി നിങ്ങൾ വിട്ടോ. ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഇത്രേ ഉള്ളൂ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണ്. 1/√2. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതുവാണ്. മാറ്റി എഴുതാൻ വേണ്ടി ഈ താഴെ വന്നിട്ടുള്ള നമ്പർ ഏതാണ് നോക്കുക. √2 അല്ലേ? ഞാൻ ആ √2 കൊണ്ട് താഴെയും ഗുണിച്ചു. വിലയ്ക്ക് അല്ലെങ്കിൽ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മേളിലും ഗുണിച്ചു. താഴെ എന്താണോ വന്നത് അതുകൊണ്ട് ഞാൻ മേളിലും താഴെയും ഗുണിച്ചു. അപ്പോൾ എന്ത് വന്നു? മേളിൽ എന്ത് വന്നടാ? 1 × √2 എന്ന് വന്നു. താഴെ എന്ത് വന്നു? √2 × √2 എന്ന് വന്നു. നമ്മൾ പറഞ്ഞു 1 × √2 ആൻസർ എത്ര വന്നു? √2. √2 √2 കൂടി ഇൻറ്റു ചെയ്താൽ ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടും ഒരേ സാധനമാണ്. √2 കൂടി ഇൻറ്റു ചെയ്താൽ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ആൻസർ എത്ര വരും? 2. എടാ അപ്പൊ ഇവിടെ നോക്കിയടാ, 1/√2 നമുക്ക് എങ്ങനെ എഴുതാം? ഇതേ നോക്കിയേ, 1/√2 നമ്മളിപ്പോ എങ്ങനെ എഴുതി? √2/2 എന്ന് എഴുതി. കേട്ടല്ലോ? അതായത് 1/√2 നമ്മൾ എങ്ങനെ എഴുതി? √2/2 എന്ന് എഴുതി. അവിടെ ഇരുന്നോട്ടെ. ഇനി 1/√3 നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ പറഞ്ഞ രീതിയിൽ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത്? താഴെ വന്നിട്ടുള്ള സാധനത്തിനെ താഴെയും ഇൻറ്റു ചെയ്യണം, മേളിലും ഇൻറ്റു ചെയ്യണം. അപ്പൊ √3 കൊണ്ട് മേളിലും താഴെ ഇൻറ്റു ചെയ്തു. അപ്പൊ മേളിൽ എങ്ങനെ വരൂടാ? 1 × √3 എന്ന് മേളിൽ വന്നു. താഴെ എങ്ങനെ വരും? √3 × √3 എന്ന് താഴെയും വന്നല്ലോ. അപ്പൊ ആൻസർ എന്ത് വന്നു? 1 × √3 എന്താണ്? √3. √3 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഈ റൂട്ടും ക്യാൻസൽ ആയിപ്പോയി. ആൻസർ എത്ര വന്നു? 3. അപ്പൊ ഇതേ നമ്മുടെ ആൻസർ നോക്ക്. 1/√3 നമ്മൾ എങ്ങനെ എഴുതി? √3/3 എന്ന് എഴുതി. √3/3 എന്ന് എഴുതി. നോക്കടാ, നോക്കിയേ. ഒരെണ്ണം കൂടി പറയണോ? 1/√5 നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? നമ്മൾ √5 കൊണ്ട് മേളിലും ഇൻറ്റു ചെയ്യും, √5 കൊണ്ട് താഴെയും ഇൻറ്റു ചെയ്യും. അപ്പൊ മേളിൽ എങ്ങനെ വരും? 1 × √5 എന്ന് മേളിൽ വരും. താഴെ എന്ത് വന്നു? √5 × √5 എന്ന് താഴെ വരും. 1 × √5 എന്താണ്? √5. √5 കൂടി ഇൻറ്റു ചെയ്താൽ റൂട്ട് പോവും. ബാക്കി എന്താണ്? 5. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച സാധനം എന്താണ്? 1/√5 നമുക്ക് എന്താണ്? √5/5 എന്ന് എഴുതാം. എടാ അത് തന്നെയാണ് ഇവരിവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, 1/√x നോക്കിയേ, 1/√x x/√x എന്ന് എഴുതാം എന്നല്ലേ പറഞ്ഞേക്കണം. നോക്കിയേ, 1/√x √x/x എന്ന് എഴുതാം. 1/√2 √2/2 എന്ന് എഴുതാം. 1/√3 √3/3 എന്ന് എഴുതാം. 1/√5 √5/5 എന്ന് എഴുതാം. ഇത് കാണാതെ ഒന്നും പഠിക്കേണ്ടതേ. മെത്തേഡ് എങ്ങനെയായിരുന്നു? താഴെ വന്നിട്ടുള്ള സാധനത്തിന് നമ്മൾ മേളിൽ രണ്ടടുത്തും ഇൻറ്റു ചെയ്യും. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇതിനെ മാറ്റി എഴുതാം. ഇതാണ് വേണ്ടത്. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ ചില ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ഈ മോഡൽ ഉപയോഗിക്കേണ്ടി വരും. കേട്ടല്ലോ? അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. 1/√2 നമ്മൾ ചേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതി? √2/2 എന്ന് എഴുതി. 1/√3 നമ്മൾ ചേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതി? √3/3 എന്ന് എഴുതി. 1/√5 നമ്മൾ ചേഞ്ച് ചെയ്ത് √5/5 എന്ന് എഴുതി. എങ്ങനെയാ ചേഞ്ച് ചെയ്തത്? നമ്മൾ താഴത്ത് എന്താണോ വന്നത് അതുകൊണ്ട് മേളിലും താഴെയും ഇൻറ്റു ചെയ്യും. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കേട്ടല്ലോ? ഇതാണ് ഡിവിഷനിൽ പഠിക്കാനുള്ള വേറൊരു ചെറിയ ക്വസ്റ്റ്യൻ. ഇതുകൂടി ഒന്ന് ബൈഹാർട്ട് ചെയ്തോളണം. ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട, ചെയ്യേണ്ട രീതി ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ക്വസ്റ്റ്യൻസ് അകത്ത് ഇത് വരും. അത് ഈ ചാപ്റ്റർ മുഴുവൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാം. കേട്ടല്ലോ? അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ.